ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോഡോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കളി മുംബൈ ഇന്ത്യൻസിന്റെ കളി. മുംബൈ ഇന്ത്യൻസ് വിജയിച്ചു. അപ്പോൾ ഇന്ന് മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ മൂന്നാമത്തെ വിജയം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ടീമിൽ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തുടർ തോൽവികൾ, ലീഗിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇനിയുള്ള ജയങ്ങൾക്ക് പ്രസക്തി ഇല്ലെങ്കിൽ പോലും അടുത്ത ഒരു സീസണിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ആത്മവിശ്വാസത്തിനായിട്ടും ഫാൻസിന് കുറച്ച് ഹാപ്പിനെസ്സിനായിട്ടും കുറച്ച് ജയങ്ങൾ ഇനി ആവാം എന്നുള്ളത് തീരുമാനിച്ച പോലെയായിരുന്നു മുംബൈയുടെ കളി. അതായത് ഹാർദിക് പാണ്ഡ്യ ടീമിലില്ലായിരുന്നു. ഹാർദിക് പാണ്ഡ്യനെ എന്തുകൊണ്ടാണ് മാറ്റിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പരിക്കൊന്നുള്ളതായിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ടാക്ടിക്കൽ ചേഞ്ച് ആണോ, ക്യാപ്റ്റനെയൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ടാക്ടിക്കൽ ചേഞ്ച് ആണോ എന്നറിയാൻ പാടില്ല. എന്തായാലും ഹാർദിക് പാണ്ഡ്യനെ ടീമിൽ നിന്ന് മാറ്റി സൂര്യകുമാർ യാദവ് ആയിരുന്നു ക്യാപ്റ്റൻ. മെയിൻ ചേഞ്ച് അതായിരുന്നു. കോർബിൻ ബോഷ് ആണ് ഒരു ഓൾറൗണ്ടറായിട്ട്, ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറായിട്ട് ടീമിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ ടീമിലോട്ട് തിരിച്ചു വന്നു എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, മുംബൈ ഫാൻസിന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ തിരിച്ചു വരുമായിരുന്നു. രോഹിത് ശർമ്മ ടീമിലെത്തുന്നു. രോഹിത് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് LSG ആയിരുന്നു. LSGയുടെ ബാറ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ പ്രസൻസ് ആയിരുന്നു. ടീം ഏകദേശം ടൂർണമെന്റിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും അതുപോലെ തന്നെ വിൽ ജാക്സ് ആയാലൊക്കെ ടീമിലോട്ട് വരുന്നത്. അത് എന്തിനാണെന്ന് പോലും അറിയില്ല. കാരണം ഇവരെ ലേലത്തിന് വിളിച്ചെടുത്തു. ഇംഗ്ലീഷ് ഓൾറെഡി അൺഅവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. വിൽ ജാക്സിന്റെ കാര്യമാണ് ഏറ്റവും കഷ്ടം. വിൽ ജാക്സ് ടീമിൽ ഉണ്ട് എന്നുകൊണ്ട് വിളിച്ചെടുത്തിട്ട് ടീം ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താവുന്ന ഒരു സിറ്റുവേഷനിലാണ് വിൽ ജാക്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവര് ഫുൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വലിയ ടൂർണമെന്റിൽ കളിക്കുമ്പോൾ. അപ്പൊ എന്തായാലും ഫസ്റ്റ് ബാറ്റിംഗ് LSGക്ക് ആയിരുന്നു. ഇംഗ്ലീഷ് ഓപ്പണിംഗ് ഇറങ്ങുന്നു, മിച്ചൽ മാർഷ് ഓപ്പണിംഗ് ഇറങ്ങുന്നു. നല്ലൊരു തുടക്കം തന്നെ. ഇംഗ്ലീഷിനെ സാൻഫർ പുറത്താക്കിയെങ്കിൽ പോലും മിച്ചൽ മാർഷും അതുപോലെ തന്നെ വൺ ഡൗണിൽ ഇറങ്ങിയ നിക്കോളാസ് പൂറിനും. അവിടുന്ന് അങ്ങോട്ട് LSG ഇതുവരെ കാണാത്തൊരു ഗംഭീരടി. പലരും പാണ്ഡ്യ സ്നേഹികളുണ്ട് കേട്ടോ. മുംബൈ ഫാൻസിൽ തന്നെ ഇപ്പോഴും പാണ്ഡ്യ സ്നേഹികളുണ്ട്. നിക്കോളാസ് പൂറിനും അതുപോലെ തന്നെ മിച്ചൽ മാർഷും നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ പാണ്ഡ്യയുടെ പ്രശ്നമല്ല, ഇത് ടീമിന്റെ പ്രശ്നമാണ്, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ട് മുംബൈ തല്ലു വാങ്ങുന്നു എന്നൊക്കെ പറയുന്ന കുറെ പാണ്ഡ്യ ഭക്തന്മാരെ ഞാൻ ഇന്ന് കണ്ടു സത്യം പറഞ്ഞ. അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല അത് പാണ്ഡ്യയുടെ മിസ്റ്റേക്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഫീൽഡിൽ ഇന്ന് ഒരു എനർജി ഒക്കെ കണ്ടു. നല്ല ഫീൽഡ് എഫേർട്സ് ഉണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. നിക്കോളാസ് പൂറിന് സ്പിന്നേഴ്സിനെ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. നിക്കോളാസ് പൂറിന് ടച്ചായി. അദ്ദേഹം ഇതുവരെ ഫോമിലില്ലാത്ത അദ്ദേഹത്തിനെ സ്റ്റിൽ അവർ കളിപ്പിക്കാൻ തീരുമാനിച്ച് നല്ലൊരു കാര്യമായിട്ട് തോന്നിയ ഒരു സന്ദർഭമായിരുന്നു. നിക്കോളാസ് പൂറൻ വളരെ മികച്ച രീതിയിൽ തന്നെ കളിക്കാൻ തുടങ്ങി. 16-17 പന്തുകളിൽ അദ്ദേഹം തന്നെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. വളരെ ഫാസ്റ്റ് ആയിട്ട് അദ്ദേഹം സിക്സുകൾ മാത്രം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. സ്പിന്നേഴ്സിനെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹം 6 ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നിക്കോളാസ് പൂറനും മിച്ചൽ മാർഷും കൂടി ക്രീസിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ LSGയുടെ കാര്യങ്ങൾ അല്പം സേഫ് ആവാൻ തുടങ്ങി. കാരണം അവർ 8 ഓവറിൽ 120 എന്ന് പറയുന്ന ഒരു സ്കോറൊക്കെ കടന്നു പോവുകയാണ്. അതായത് അതേ മൊമെന്റ് അവർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസിലി അവർ 250+ പോകും. അത്രത്തോളം മികച്ച ടച്ചിലായിരുന്നു രണ്ട് പ്ലേയേഴ്സും. 10 ഓവറിൽ 140 എന്ന് പറയുന്ന സ്കോറിലോട്ട് എത്തുന്നു. അവിടെ സൂര്യകുമാർ യാദവ് കോർബിൻ ബോഷിനെ വിളിക്കുകയാണ്. കോർബിൻ ബോഷ് വരുന്നു. അവിടെ നിക്കോളാസ് പൂറിന്റെ വിക്കറ്റ് എടുക്കുന്നു. അവിടെ തന്നെ ഫസ്റ്റ് അടി ഇടുന്നു. തൊട്ട് പിന്നാലെ മിച്ചൽ മാർഷ് 3. അങ്ങനെ സെറ്റായ 2 ബാറ്റ്സ്മാൻമാർ പെട്ടെന്ന് പോവുകയാണ്. അവിടെ തന്നെ LSGയുടെ കാര്യം തീരുമാനമായി. പിന്നീട് വരാനുള്ളത് നമ്മുടെ പന്താണ്. പന്ത് വരുന്നു. പന്ത് ഒരു 6ഉം 4ഒക്കെ അടിക്കുന്നു. പക്ഷെ സിംപ്ലി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ആയുഷ് ബഡോൺ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. കാരണം രഘുവംശി എന്ന് പറയുന്നൊരു പ്ലെയർ ആണെന്ന് ആ സ്ഥാനത്ത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. പിന്നീടുള്ള ഓവറുകൾ ജസ്റ്റ് ഒന്ന് സർവൈവ് ചെയ്യാന്ന് പോലും ട്രൈ ചെയ്യാതെ ഋഷഭ് പന്ത് ആയാലും രഘുവംശി ആയാലും അനാവശ്യമായുള്ള ഷോട്ടുകൾക്ക് ട്രൈ ചെയ്ത് പെട്ടെന്ന് വിക്കറ്റ് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ 5 വിക്കറ്റിൽ പോവാണ് ആ ടീമിന്റെ. അതായത് 140 എത്തുമ്പോൾ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ട ടീം 150-160 സ്കോറിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും അവർ 5 വിക്കറ്റ് പോയി. ഇനി ഒരു വിക്കറ്റോടെയും പോയി കഴിഞ്ഞാൽ ഈ 20 ഓവർ കംപ്ലീറ്റ് ചെയ്യില്ല എന്നൊരു സിറ്റുവേഷൻ വരെത്തി. പിന്നീട് ബാറ്റ്സ്മാൻമാരില്ല. ഹിമ്മത് സിംഗും മാർക്കറുമാണ് ക്രീസിൽ. ഏതെങ്കിലും ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഷമിയൊക്കെയാണ് ഇറങ്ങേണ്ടി വരിക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കാര്യമായിട്ട് ഹിറ്റ് ചെയ്യാനായിട്ട് LSG ബാറ്റ്സ്മാൻമാർ ട്രൈ ചെയ്തില്ല. മാർക്കറോ ആയാലും ഹിമ്മത് സിംഗ് ആയാലും ക്രീസിൽ നിന്ന് സിംഗിൾസ് ഇട്ട് കളിക്കുക, സിംഗിൾസ് ഇട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക, പൊട്ട ബോളുകൾ മോശം ബോളുകൾ മാത്രം അടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. 250 മുകളിലോട്ട് പോകേണ്ട ഒരു സ്കോറിന്റെ ഒരു പ്രൊജക്ടഡ് സ്കോർ 250+ ആയിരുന്നു. പിന്നീട് 240 230. പക്ഷെ അവസാന ഓവറുകളിൽ 1-2 ബൗണ്ടറീസ് ഒക്കെ അടിച്ച് 2 പേരും 228 എന്ന് പറയുന്നൊരു അത്യാവശ്യം നല്ല സ്കോറാണ്. ഈവൻ മുംബൈ ആയാലും വാങ്കഡയാണ് നല്ല ബാറ്റിംഗ് പിച്ച് ആണെങ്കിൽ പോലും നല്ലൊരു സ്കോർ തന്നെയാണ് 228. വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം. LSG ബോളേഴ്സ് റീസെന്റ് നല്ല ഫോമിലാണ്. പക്ഷേ ബോളേഴ്സ് എത്ര ഫോമിലായാലും രോഹിത് ശർമ്മ ഫോമായി കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് ബോളേഴ്സ് ഇല്ല. അല്ലെങ്കിൽ പുള്ളി വേഗം ഔട്ട് ആവട്ടോ. ഞാൻ സിംപ്ലി പറയുകയാണ്, ഒന്നെങ്കിൽ രോഹിത് ശർമ്മ 1 റണ്ണിലോ 2 റണ്ണിലോ ഡക്കിലോ 5 റണ്ണിലോ 6 റണ്ണിലോ ഒക്കെ ഔട്ട് ആവും. പക്ഷെ അദ്ദേഹം ക്രീസിൽ നിന്നൊരു 10-12 റൺസ് അദ്ദേഹം അടിക്കുകയാണ്. അദ്ദേഹം ടച്ചിലായി കഴിഞ്ഞാൽ പിന്നെ ആ മത്സരം അദ്ദേഹം ഒറ്റയ്ക്ക് തീർക്കും. അത് നമ്മൾ പല കുറി കണ്ടിട്ടുള്ളതാണ്.
അതാണ് രോഹിത് ശർമ്മ എന്ന് പറയുന്ന പ്ലെയർ ഒരിക്കലും ക്രീസിൽ നിന്നിട്ട് കാണികളെ അല്ലെങ്കിൽ ആരാധകരൊന്നും വെറുപ്പിക്കില്ല. അദ്ദേഹം വേഗം പോവും. ഡക്ക്മാൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നെങ്കിൽ വേഗം പോകുന്നതാണ്. അദ്ദേഹം ഹിറ്റ് ചെയ്യുന്ന പ്ലെയറാണ്, അദ്ദേഹം അടിക്കാൻ ട്രൈ ചെയ്യുന്ന പ്ലെയറാണ്, ക്രീസിൽ നിന്ന് സമയം കളയുന്ന പ്ലെയർ അല്ല. ഫ്രം ദ വെരി ഫസ്റ്റ് ബോൾ രോഹിത് ശർമ്മ വാണ്ട്സ് ടു ഹിറ്റ് എ ബൗണ്ടറി. അങ്ങനെ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ രോഹിത് ശർമ്മ ഔട്ടായി പോവും. ഇന്ന് തുടക്കത്തിൽ നല്ല സ്ട്രഗിളിങ് ആയിരുന്നു, പന്ത് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആവേശ് ഖാന്റെ ഓവറിൽ രോഹിത് ശർമ്മ ഒരു പഴയ രോഹിത് ശർമ്മയായി മാറി. 20 റൺസോളം ഓവറിൽ സ്കോർ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. റിക്കൾട്ടൺ ഓൾറെഡി ടച്ചിലുള്ള പ്ലെയറാണ്. ഈ 228 എന്ന് പറയുന്ന ചേസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് മുമ്പേ മറികടക്കുമെന്ന് 5ാമത്തെ 6ാമത്തെ ഓവർ എത്തിയപ്പോൾ തന്നെ ആരാധകർക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടി 100 റൺസിന്റെ ഒരു കിടിലം പാർട്ട്ണർഷിപ്പ്. അതിൽ തന്നെ രോഹിത് ശർമ്മയുടെ ചില ഇൻസൈഡ് ഔട്ട് അല്ലെങ്കിൽ ഓഫ് സൈഡിലോട്ട് അദ്ദേഹത്തിന്റെ ചില ഷോട്ട്സ് ഒക്കെ നല്ല കിടിലം, നല്ല ഫ്ലോയിലാണെന്ന് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് ഷോട്ട്സ് ഒന്നും അടിച്ചില്ലെങ്കിൽ പോലും തൻ്റെ കയ്യിലുള്ള ഷോട്ടുകൾക്കൊക്കെ ഇപ്പോഴും നല്ല മൂർച്ചയുണ്ട് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല കൃത്യമായിട്ടുള്ള കളി. ഗ്യാപ്സ് മനസ്സിലാക്കിയിട്ട് ലോഫ്റ്റ് ചെയ്യുന്ന ഷോട്ട്സ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്ഥിരം പുൾ ഷോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രെയിറ്റിലോട്ടുള്ള സിക്സുകളായിക്കോട്ടെ, എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. മറുസ്ഥാനത്ത് റിക്കൾട്ടൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കറണ്ട് ഫോം കണ്ടിന്യൂ ചെയ്യുന്നു. നല്ല രീതിക്ക് അദ്ദേഹം കളിച്ചു പോകുന്നു. ആന്ധ്ര സിദ്ധാർത്ഥൻ്റെ ഒക്കെ മോശം പന്തുകളെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. ആവേശ് ഖാന്റെ ഫുൾ ടോസുകളൊക്കെ ബൗണ്ടറി കടത്തുന്നു. ഒരു പ്രിൻസ് യാദവ് ഒഴികെ വേറൊരു ബോളർ മൂസിന് പോലും നല്ല രീതിക്ക് എറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം മൂസിന് പോലും നല്ല രീതിക്ക് ലെങ്ത്തിൽ എറിയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അദ്ദേഹത്തിന് പോലും നല്ല രീതിക്ക് അടി കിട്ടി. അതിൽ തന്നെ റിക്കൾട്ടൻ്റെ ഇന്നിങ്സ് ആണ് കേട്ടോ കൂടുതൽ എടുത്ത് പറയണത്. കാരണം റിക്കൾട്ടൻ ഒരു സൈഡിൽ വളരെ ഫിയർലെസ് ആയിട്ട് ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിലോടുകൂടി തുടക്കം തന്നെ കളിക്കുന്ന റിക്കൾട്ടൻ ആയിരുന്നു. 32 പന്തുകളിൽ നിന്നാണ് അദ്ദേഹം 83 റൺസ് അടിച്ചെടുത്തേക്കുന്നത്. അതിൽ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ ഒരു കൺസിസ്റ്റൻസി ഫോം എന്നൊക്കെ പറയുന്നത് മുംബൈയുടെ ഒരു ടീമിന് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. പക്ഷെ രോഹിത് ശർമ്മയുടെ കേസ് എടുത്തു പറയാൻ കാരണം അദ്ദേഹം പരിക്ക് മാറി വരുന്ന ഒരു പ്ലെയറാണ്. ഓൾറെഡി പരിക്കിന്റെ പിടിയിലായിരുന്നു, പരിക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ടീമിൽ ഇത്ര മാച്ചസ് കളിച്ചിട്ടില്ല, ടീം ഓൾറെഡി തോൽവിയിലാണ്, അതിന്റെ പ്രഷർ, അങ്ങനെ എല്ലാം കൊണ്ടും രോഹിത് ശർമ്മയ്ക്കൊരു പ്രഷർ നിറഞ്ഞൊരു കളിയായിരുന്നു. പക്ഷെ അതിൻ്റെതായ യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഇന്നിങ്സിൽ കണ്ടില്ല. 44 ബോളിൽ നിന്ന് 84 റൺസ്. സത്യം പറഞ്ഞ രോഹിത് ശർമ്മ ടീമിലേക്ക് വന്നപ്പോൾ ടീമിന് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജി, അത് ഡഗ് ഔട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ സ്പെക്ടേറ്റേഴ്സിന്റെ ഇടയിലായാലും കാണികളുടെ ഇടയിലായാലും അതൊക്കെ നമുക്ക് കാണാണ്ടായിരുന്നു. ബിക്കോസ് ആ ടീം മൊത്തത്തിൽ അയാൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത്രയും ടീമിനും അല്ലെങ്കിൽ ആരാധകർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പ്ലെയറെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പിടിച്ച് മാറ്റി അവിടെ വേറൊരു പ്ലെയറെ കൊണ്ടുവന്നിടുമ്പോൾ എത്രത്തോളം വലിയ ചതിയാണ് ടീം മാനേജ്മെന്റ് അവരുടെ ഒരു ടീമിനോട് ചെയ്തത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. സ്റ്റിൽ രോഹിത് ശർമ്മ ടീമിന് വേണ്ടി ഫുൾ എഫേർട്ട് ഇട്ട് കളിക്കുന്നു, അത് വലിയൊരു കാര്യമാണ്. രോഹിത് ശർമ്മയും അതുപോലെ തന്നെ റിക്കൾട്ടനും ഏകദേശം 143 റൺസോളം പാർട്ട്ണർഷിപ്പ് അവിടെ 10-11 ഓവറിൽ കൊടുക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് റണ്ണബോൾ സിറ്റുവേഷനേ വരുന്നുള്ളൂ. മുംബൈ ഇന്ത്യൻസിന് ഈസിലി വിന്നാണ്. റിക്കൾട്ടൻ പുറത്താവുന്നു, അതിനുശേഷം രോഹിത് ശർമ്മയും പുറത്താവുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് മുംബൈ ഇന്ത്യൻസ് തോൽവിയൊക്കെ ഭയന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ സ്കൂൾ വിട്ട പോലെ വരുമോ എന്നൊക്കെ പേടിച്ചു. കാരണം അങ്ങനത്തെ ചരിത്രമുണ്ട്. സൂര്യകുമാർ ഇത് ആസ് യൂഷ്വൽ 2 നല്ല ഷോട്ട് അടിക്കുന്നു, ലെഗ് സൈഡിലേക്ക് ഒരു ഫ്ലിക്ക് ചെയ്യുന്നു, അത് ഔട്ടാവുന്നു. സ്ഥിരം സൂര്യകുമാർ അത് ഈ സീസണിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ലെഗ് സൈഡിലാണ് ഇത്തവണയും ക്യാച്ച് കൊടുത്തത്. കഴിഞ്ഞ കളി ഓഫ് സൈഡിലായിരുന്നു, ഇത്തവണ ലെഗ് സൈഡിലാണ്. അപ്പോൾ ലെഗ് സൈഡിനോടുള്ള പ്രേമം അദ്ദേഹം വിടുന്നില്ല. പിന്നെ തിലക് വർമ്മ ഔട്ടാകുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നവംതിർ ഉണ്ട്. നവംതിർ തന്റെ കൺസിസ്റ്റൻസി ഫോം കീപ്പ് ചെയ്യുന്നതോടുകൂടി മുംബൈ ഇന്ത്യൻസ് കളി ജയിക്കുകയാണ്. 6 അടിച്ചിട്ട് വിൽ ജാക്സൺ 6 അടിച്ച് മുംബൈനെ കളി ജയിപ്പിക്കുന്നത്. എന്തായാലും ഈ സീസണിൽ ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പ്രതീക്ഷകളൊന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ പോലും അടുത്ത സീസണിലോട്ട് നല്ലൊരു ടീമിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ സീസണിൽ കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കുക എന്നുള്ളതിനൊക്കെ മുമ്പേ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും LSGയുടെ വഴി മുടക്കിയിട്ടുണ്ട്. LSGക്ക് ക്രൂഷ്യലായിട്ട് മാച്ച് ആയിരുന്നു, അതിൽ എന്തായാലും LSG തോറ്റിട്ടുണ്ട്. എന്തായാലും അടുത്ത മാച്ചിന് ഇപ്പം നാളത്തെ മാച്ച് CSK vs DC ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെയും റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കാര്യമായിട്ടുള്ള കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങൾ, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായത് നമ്മളിങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലൊക്കെ പറയാം, നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. വരുന്ന വീഡിയോസിൽ